നമസ്കാരം. ഏവർക്കും മന്ത്രാക്ഷരിയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പറയുന്നത് മഹാകവി കാളിദാസനെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ അനേകം പക്ഷാന്തരങ്ങളും ഐതിഹ്യങ്ങളിൽ തന്നെ അല്പാൽപ്പം പരസ്പര വിരുദ്ധങ്ങളുമായി കാണാം. കാളിദാസ കവിയുടെ ആദ്യകാലത്തെക്കുറിച്ചുള്ള കഥയിലേക്ക് കടക്കാം. കാളിദാസൻ ജന്മന ഒരു ബ്രാഹ്മണൻ തന്നെയായിരുന്നു. അദ്ദേഹം ബാല്യകാലം മുതൽക്ക് തന്നെ വിദ്യാഭ്യാസം ചെയ്യുകയും യൗവനാരംഭമായപ്പോഴേക്കും വലിയ വിദ്വാനായി തീരുകയും ചെയ്തു. അദ്ദേഹം ബാല്യകാലത്തിൽ തന്നെ വലിയ ശിവഭക്തനായിത്തീർന്നു. ശിവദർശനം കഴിക്കാതെ ഭക്ഷണം കഴിക്കുകയില്ലെന്നുള്ള ഒരു നിഷ്ഠയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു ദിവസം കാളിദാസൻ ദേവദർശനത്തിനായി ഒരു ശിവക്ഷേത്രത്തിൽ ചെന്നപ്പോൾ അവിടെ ഒരു ദിവ്യനായ ഒരു യോഗീശ്വരൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ എന്തോ അപശബ്ദ സ്പർശനമുണ്ടെന്ന് തോന്നുകയാൽ കാളിദാസൻ ആ യോഗിയെ പരിഹസിച്ചു. അതിനാൽ ആ ദിവ്യൻ കോപിച്ചു. "നീ പഠിച്ചതെല്ലാം മറന്നു മൂഢനും മന്ദബുദ്ധിയുമായി തീരട്ടെ" എന്ന് ശപിച്ചു. ആ ശാപവചനം കേട്ട് കാളിദാസൻ ഏറ്റവും വിഷണ്ണനായിത്തീരുകയും ആ യോഗീശ്വരൻ്റെ പാദത്തിങ്കൽ വീണ് നമസ്കരിച്ച് ക്ഷമായാചനം ചെയ്യുകയും ചെയ്തു. ഉടനെ ആർദ്രമാനസനായി ഭവിച്ച ആ ദിവ്യൻ, "ഒരു കാലത്ത് നിനക്ക് ഭദ്രകാളി പ്രസാദം സിദ്ധിക്കുന്നതിന് സംഗതിയാകും. അപ്പോൾ നിന്റെ ബുദ്ധിമാന്ദ്യം നീങ്ങി പൂർവാധികം ബുദ്ധിമാനും വിദ്വാനുമായി തീരുമെന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയും ചെയ്തു. അക്കാലം മുതൽ കാളിദാസൻ കേവലം മൂഢനും മന്ദബുദ്ധിയുമായി തീരുകയും സ്വകുലാചാരങ്ങളെല്ലാം വിട്ട് ഒരു കൂട്ടം അജപാലകന്മാരുടെ കൂട്ടത്തിൽ കൂടി നടന്നു തുടങ്ങുകയും ചെയ്തു. അക്കാലത്ത് അവിടെ ഒരു പ്രഭുവിൻ്റെ പുത്രിയും സർവാംഗസുന്ദരിയും വലിയ വിദുഷിയുമായ ഒരു കന്യകയുണ്ടായിരുന്നു. അവളുടെ യോഗ്യതകൾ കേട്ട് അനേകം യോഗ്യന്മാർ അവളെ വിവാഹം ചെയ്യുവാനായി ചെന്നു. എന്നാൽ ആ കന്യക ശാസ്ത്രവാദത്തിൽ തന്നെ ജയിക്കുന്നവനെ മാത്രമേ താൻ ഭർത്താവായി വരിക്കുകയുള്ളൂ എന്നു നിശ്ചയം ചെയ്തിരുന്നതിനാൽ വിവാഹത്തിനായി ചെന്നവരെയെല്ലാം അവൾ വാദത്തിൽ തോൽപ്പിച്ചയച്ചു. അവളെ ജയിക്കാൻ കഴിയായകയാൽ ഏറ്റവും ഇച്ഛാഭംഗത്തോടു കൂടിയാണ് എല്ലാവരും മടങ്ങിപ്പോയത്. അതിനാൽ പിന്നെ ആരും വരാതെയായി. കന്യകയ്ക്കു യൗവനദശ അതിക്രമിച്ചു. അപ്പോൾ അവളുടെ അച്ഛൻ ഇനി ശാസ്ത്രവാദവും മറ്റും വേണ്ട എന്ന് തീരുമാനിച്ചു. യോഗ്യനായ ഒരാളെ ക്ഷണിച്ചു വരുത്തി കന്യകയെ വിവാഹം ചെയ്തു കൊടുക്കണം എന്നു നിശ്ചയിച്ച് എഴുത്തുകൊണ്ട് ഓരോരുത്തരുടെ അടുക്കൽ തൻ്റെ ഭൃത്യന്മാരെ അയച്ചു. ആരും വന്നില്ല. ഒടുക്കം പ്രഭു ആരെയെങ്കിലും വിളിച്ചു കൊണ്ടുവന്നു കന്യകയുടെ വിവാഹം ഉടനെ നടത്തിക്കണമെന്ന് നിർബന്ധിച്ചു തുടങ്ങിയതിനാൽ ഭൃത്യന്മാർക്ക് വലിയ ബുദ്ധിമുട്ടായി തീർന്നു. യോഗ്യന്മാരും വിദ്വാൻമാരുമായ അനേകമാളുകൾ വന്നിട്ട് അവരെയൊക്കെ മടക്കി അയച്ച ഈ കന്യകയെ ഒരൊന്നാന്തരം മൂഢനെ കൊണ്ടു തന്നെ വിവാഹം ചെയ്യിക്കണം എന്ന് ആ ഭൃത്യന്മാരെല്ലാവരും കൂടി ആലോചിച്ചു നിശ്ചയിച്ചു. പിന്നെ അവർ ഒരു മൂഢനെ കിട്ടാനായിട്ട് അന്വേഷിച്ചു പുറപ്പെട്ടു. അങ്ങനെ ചെന്നപ്പോൾ കാഴ്ചയിൽ നല്ല സുന്ദരനായ ഒരാൾ ഒരു വൃക്ഷശാഖയിൽ മേൽ കയറിയിരുന്നു കൊണ്ട് അയാളിരിക്കുന്ന ശാഖയുടെ കട തന്നെ മുറിക്കാൻ വെട്ടിത്തുടങ്ങിയിരുന്നതായി കണ്ട് അവർ ആ മനുഷ്യൻ മൂഢൻ തന്നെയെന്ന് തീർച്ചപ്പെടുത്തി. അയാളെ കുളിപ്പിച്ചു നല്ല വസ്ത്രങ്ങളും മറ്റും ധരിപ്പിച്ച് പ്രഭുഗൃഹത്തിലേക്ക് കൊണ്ടുപോയി. ആ മനുഷ്യൻ നമ്മുടെ കഥാനായകൻ തന്നെയായിരുന്ന കാളിദാസനായിരുന്നു. അദ്ദേഹം ആടുകൾക്ക് തിന്നാൻ കൊടുക്കാനായിട്ടായിരുന്നു അയാളിരുന്നിരുന്ന വൃക്ഷശാഖ മുറിക്കാൻ ശ്രമിച്ചത്. ആ മനുഷ്യനെയും കൊണ്ട് ഭൃത്യന്മാർ പ്രഭുഗൃഹത്തിൽ ചെന്നുചേർന്നു. അവിടെ വിവാഹ മണ്ഡപത്തിലിരുന്ന അനേകം ചിത്രങ്ങളുടെ കൂട്ടത്തിൽ രാവണന്റെ ചിത്രം കാണാനിടയായി കാളിദാസൻ. "അബ്മബടാ രാവണ" എന്നു പറഞ്ഞു. അതുകേട്ട് കന്യക, "ഈ മനുഷ്യൻ അക്ഷരജ്ഞാനമില്ലാത്ത മൂഢനാണെന്ന് തോന്നുന്നുവല്ലോ" എന്ന് പറഞ്ഞപ്പോൾ ആ ഭൃത്യന്മാരിൽ വിദ്വാനായ ഒരാൾ പറഞ്ഞു, "കുംഭകർണേ ഭഗാരോസ്തി ഭഗാരോസ്തി വിഭീഷണേ രാക്ഷസാനാം കുലശ്രേഷ്ഠോ രാവണോ നൈവ രാവണഃ" എന്നൊരു ശ്ലോകം കൊണ്ടു കാളിദാസൻ പറഞ്ഞതിനെ സാധൂകരിച്ചു. അതിൽ കന്യക തോറ്റു. ഉടനെ വിവാഹവും നടത്തി. വധൂവരന്മാർ അത്താഴം കഴിച്ചു ശയനഗൃഹത്തെ പ്രാപിച്ചതിൻ്റെ ശേഷം കാളിദാസന്റെ ഓരോ ചേഷ്ടിതങ്ങൾ കൊണ്ട് അദ്ദേഹം കേവലം മൂഢൻ തന്നെയെന്ന് തീർച്ചപ്പെടുത്തി.
ഈ പുരുഷനോടുകൂടി ജീവിക്കുന്ന കാര്യം പ്രയാസം തന്നെ എന്ന് കന്യക നിശ്ചയിച്ചു. അദ്ദേഹത്തെ നിരാകരിക്കുകയും ബഹിഷ്കരിക്കുകയും ചെയ്തു. കാളിദാസന് അപ്പോൾ ബുദ്ധിക്കു മാന്ദ്യം സംഭവിച്ചിരുന്നുവെങ്കിലും പ്രഭുകന്യകയുടെ ഈ ധിക്കാരം അദ്ദേഹത്തിന് ഒട്ടും തന്നെ സഹ്യമായിരുന്നില്ല. അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ നിന്നിറങ്ങി വനാന്തരത്തിലുണ്ടായിരുന്ന ഒരു ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് പോയി. രാത്രികാലങ്ങളിൽ മനുഷ്യരാരെങ്കിലും അവിടെ ചെന്നാൽ ദേവിയുടെ ഭൂതഗണങ്ങൾ പിടിച്ചു ചീന്തി ചോര കുടിച്ചു കൊല്ലുകയോ ദേവി പ്രസാദിച്ച് അനുഗ്രഹിക്കുകയോ രണ്ടിലൊന്ന് സംഭവിക്കണമെന്നുള്ള കാര്യം തീർച്ചയായിരുന്നു. എന്തെങ്കിലും വരട്ടെ എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ടാണ് കാളിദാസൻ അങ്ങോട്ട് പോയത്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ദേവി പുറത്തിറങ്ങി എവിടെയോ പോയിരിക്കുകയായിരുന്നു. ക്ഷേത്രം തുറന്നു കിടന്നിരുന്നു. കാളിദാസൻ അകത്തു കടന്നു. വാതിലടച്ച് സാക്ഷയിട്ടുകൊണ്ട് അവിടെ ഇരുന്നു. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ദേവി മടങ്ങി വന്നു. അപ്പോൾ ക്ഷേത്രം അടച്ചു സാക്ഷയിട്ടിരിക്കുന്നതായി കണ്ടിട്ടു ദേവി അകത്താര് എന്ന് ചോദിച്ചു. അപ്പോൾ കാളിദാസൻ വാതിൽ തുറക്കാതെ ധൈര്യസമേതം പുറത്താര് എന്ന് ചോദിച്ചു. മനുഷ്യ സഞ്ചാരം തുടങ്ങുന്നതിനു മുൻപ് അകത്തു കടക്കേണ്ടത് അത്യാവശ്യമായിരുന്നതിനാൽ ദേവി ബന്ധപ്പെട്ടു പുറത്ത് കാളി എന്നു പറഞ്ഞു. അപ്പോൾ കാളിദാസൻ എന്നാൽ അകത്തു ദാസൻ എന്ന് പറഞ്ഞു. അതുകേട്ട് ദേവി പ്രസാദിച്ചു. കാളിദാസ, നിനക്കെന്തു വേണം? വാതിൽ തുറക്കുക എന്ന് വീണ്ടും പറഞ്ഞു. അതുകേട്ട് കാളിദാസൻ എനിക്ക് വിദ്യയാണ് വേണ്ടത്, അതു തന്നല്ലാതെ ഞാൻ വാതിൽ തുറക്കുകയില്ല എന്ന് പറഞ്ഞ് ഉടനെ ദേവി എന്നാൽ നിന്റെ നാവ് ഈ വാതിലിൻ്റെ ഇടയിൽ കൂടി പുറത്തേക്ക് കാട്ടുക എന്നു പറയുകയും കാളിദാസൻ നാവ് പുറത്തേക്ക് കാട്ടിക്കൊടുക്കുകയും ദേവി ഉടനെ തൻ്റെ ശൂലാഗ്രം കൊണ്ട് ആ നാവിൽ വിദ്യാപ്രദമായ ചിന്താമണി മന്ത്രം എഴുതുകയും തൽക്ഷണം കാളിദാസന്റെ ബുദ്ധി കാർമേഘം നീങ്ങി ചന്ദ്രികയെന്ന പോലെ മാലിന്യം നീങ്ങി തെളിയുകയും അദ്ദേഹം വലിയ വിദ്വാനും മഹാകവിയുമായിത്തീരുകയും ചെയ്തു. ഉടനെ കാളിദാസൻ വാതിൽ തുറന്ന് ദേവിയുടെ മുമ്പിൽ ചെന്നു. അപ്പോൾ പെട്ടെന്നുണ്ടാക്കിയ ഏതാനും സ്തോത്രപദ്യങ്ങൾ ചൊല്ലി ദേവിയുടെ പാദത്തിങ്കൽ വീണു നമസ്കരിച്ചു. ഉടനെ ദേവി ക്ഷേത്രത്തിനകത്തു കടക്കുകയും യഥാപൂർവം ഇളകൊള്ളുകയും ചെയ്തു. കാളിദാസൻ ദേവിയെ വീണ്ടും വീണ്ടും വന്ദിച്ചു പുറത്തേക്കും പോയി. ദേവി പ്രസാദിച്ചു. കാളിദാസ എന്ന് വിളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ആ നാമധേയം സിദ്ധിച്ചത്. അതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ പേര് വേറെ എന്തോ ആയിരുന്നു. ഇങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് കാളിദാസൻ മഹാകവിയായി തീർന്നു. കാളിയുടെ ദാസനായ അദ്ദേഹം കാളിയെ സരസ്വതിയായും ലക്ഷ്മിയായും പാർവതിയായും ദർശിച്ചു. സർവദേവതാമാരെയും ഒറ്റ കീർത്തനം കൊണ്ട് ചൊല്ലി സ്തുതിക്കാൻ പാകത്തിൽ തയ്യാറാക്കിയതാണ് ശ്യാമളാദണ്ഡകം. കാളിദാസനായതിനു ശേഷം അദ്ദേഹം ആദ്യമായി രചിച്ച കൃതിയാണ് ശ്യാമളാദണ്ഡകം. അങ്ങനെ നേരം വെളുത്തപ്പോൾ കാളിദാസ മഹാകവി ആ പ്രഭുപുത്രിയുടെ അടുക്കൽ തന്നെ എത്തിച്ചേർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാഷണം കേട്ടിട്ട് ആ വിദുഷി അസ്തി കശ്ചിദ്വാഖിലാസഹ എന്ന് അത്യത്ഭുതത്തോടെ കൂടി പറഞ്ഞു. മുമ്പേ തന്നെ ഏറ്റവും സുന്ദരനായിരുന്ന അദ്ദേഹം ഒരു വിദ്വാനും കവിയുമായി തീർന്നിരിക്കുന്നു എന്നുകൂടി അറിഞ്ഞപ്പോൾ ആ സ്ത്രീ അദ്ദേഹത്തിൽ ഏറ്റവും ആസക്തചിത്തനായി തീർന്നു. എങ്കിലും തന്നെ ധിക്കരിച്ചു ബഹിഷ്കരിച്ചവളെ താൻ ഭാര്യയാക്കി സ്വീകരിക്കുന്നത് വിഹിതമല്ലെന്ന് തോന്നുകയാൽ കാളിദാസൻ അവിടെ നിന്ന് പോയിക്കളഞ്ഞു. എന്നാൽ ആ സ്ത്രീരത്നത്തെ അദ്ദേഹം ബഹുമാനിക്കാതെ ഇരുന്നില്ല. അദ്ദേഹം രണ്ടാമത് ചെന്നപ്പോൾ ആ വിദുഷി ആദ്യം പറഞ്ഞ വാക്യത്തിലെ 3 പദങ്ങളും എടുത്ത് ആദ്യം ചേർത്ത് അദ്ദേഹം 3 കാവ്യങ്ങൾ ഉണ്ടാക്കി. കുമാരസംഭവം, മേഘസന്ദേശം, രഘുവംശം തുടങ്ങിയ 3 കാവ്യത്രയങ്ങളും കാളിദാസൻ ആ വിദുഷിയുടെ സ്മാരകങ്ങളായിട്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നു. കാളിദാസൻ എന്തെങ്കിലും പറഞ്ഞാൽ അത് സത്യമായി പരിണമിക്കുമെന്ന് അദ്ദേഹത്തിന് ഒരു അനുഗ്രഹം ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹം കൽപ്പിത കഥ പറഞ്ഞാലും വാസ്തവമായി തീരുമെന്നുള്ളതിനുള്ള ഒരു ദൃഷ്ടാന്തമായി ഒരൈതിഹ്യ കഥ പറയാം. മേഘസന്ദേശം ഒരു കൽപ്പിത കഥയാണ്. ഒരു യക്ഷൻ
വൈശ്രവണന്റെ ശാപം നിമിത്തം 1 വർഷം ഭാര്യയെ വിട്ടുപിരിഞ്ഞു വിരഹദുഃഖം അനുഭവിച്ചുകൊണ്ട് താമസിക്കേണ്ടതായി വന്നുവെന്നും അക്കാലത്ത് തൻ്റെ വർത്തമാനം അറിയിക്കുന്നതിനായി ഭാര്യയുടെ അടുക്കലേക്ക് ഒരു മേഘത്തെ പറഞ്ഞയച്ചുവെന്നുമാണ് അതിലെ കഥയിലെ ചുരുക്കം. കാളിദാസൻ ഈ കാവ്യമുണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു യക്ഷൻ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഈ കാവ്യത്തിൽ പറയുന്ന സംഗതികളെല്ലാം പരമാർത്ഥമായിട്ട് ഉണ്ടായതു തന്നെയാണ് എന്ന്, ഈ സംഗതികളെല്ലാം അവിടുന്ന് എങ്ങനെ അറിഞ്ഞു എന്നും ആ യക്ഷൻ തന്നെയാണ് ഞാനെന്നും അദ്ദേഹം പറയുകയുണ്ടായി. ഇതാണ് ആ ഐതിഹ്യം. അതായത് അത് യഥാർത്ഥത്തിൽ സംഭവിച്ച കഥയായി തന്നെ പരിണമിച്ചു. കാളിദാസനെ കുറിച്ച് ഇനി പ്രധാനമായി പറയാനുള്ളത് അദ്ദേഹം ഭോജരാജ സദസ്സിൽ ചെന്നു ചേർന്നതിൻ്റെ ശേഷമുള്ള സംഗതികളാണ്. കാളിദാസനും വിക്രമാദിത്യ രാജാവിൻ്റെ സഭയിലുണ്ടായിരുന്ന 9 കവിരത്നങ്ങളിൽ ഒരാളായിരുന്നു എന്നും പറയുന്നുണ്ട്. കാളിദാസൻ ഭോജരാജാവിൻ്റെ സദസ്സിലുണ്ടായിരുന്നത് ബോധചരിത്രത്തിലും കാണപ്പെടുന്നു. രാജകൊട്ടാരത്തിൽ എത്തിച്ചേർന്നതിനു ശേഷം വളരെയധികം രസകരങ്ങളായ കഥകളുണ്ട്. ആ കഥകൾ ഞാനിനി അടുത്ത ഒരു എപ്പിസോഡിൽ പറയാം. അതുവരേക്കും നന്ദി.